ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ ഒച്ച കിട്ടുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ മാക്സിമം ഒച്ചയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ആഴ്ച കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു 6 കിലോ കൂടി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 2 days ചാലഞ്ചാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഒരു 30 days ചാലഞ്ചാണ് കേട്ടോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. കാരണം ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ കുറച്ചിട്ടുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 84 കിലോ വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടുന്ന് താഴ്ന്നാണ് ഞാൻ ഒത്തിരി ഒരു 20 കിലോ വരെ പെട്ടെന്ന്, അത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരുന്നു കുറഞ്ഞത്. പിന്നെ ഞാൻ മാക്സിമം വീണ്ടും പഴയ രീതിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ കുറച്ചെങ്കിലും ഇങ്ങനെ വെയിറ്റ് കൂടുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിലൂടെ ഷെയർ ചെയ്യാം. 6 kg നമുക്ക് ഞാൻ 30 days ആണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഇപ്പം തൽക്കാലം ഇന്നത്തെ ദിവസം 2 days ചാലഞ്ച് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് നോക്കുമ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ആളുകൾ പറയും, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള കാര്യം മതി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയും സ്കിന്നും മൊത്തത്തിൽ പോകും, പല്ലും എല്ലും എല്ലാ പ്രശ്നവും. അപ്പോൾ ഒരിക്കലും ഭക്ഷണം മാറ്റി വെച്ചിട്ടുള്ള ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അത് നല്ലതല്ല. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് എനിക്കിഷ്ടമുള്ള, ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു പ്ലാനാണ്. ഞാൻ പറഞ്ഞാൽ നേരത്തെയും എനിക്കിങ്ങനെ പെട്ടെന്ന് ഇടയ്ക്ക് എന്തായാലും നമ്മൾ പണിയൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ഒന്ന് വെയിറ്റ് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ യാത്രയൊക്കെ ചെയ്ത് അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല, പെട്ടെന്ന് വെയിറ്റ് കൂടുകയാണെങ്കിൽ ആ കുറയ്ക്കുന്ന ഒരു ടെക്നിക്കാണ്. എനിക്ക് മെയിൻലി ഇത് ഈ കൈയുടെ വണ്ണം, വയറിൻ്റെ വണ്ണം, ഇത് കണ്ടോ ഇവിടെ ഡബിൾ ചിൻ, ഇതാണ് ഞാൻ കുറയ്ക്കാൻ മെയിൻലി നോക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു പ്ലാനായിട്ട് എനിക്ക് തോന്നിയോണ്ട് ഞാൻ ഷെയർ ചെയ്യുവാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും കുറച്ച് വണ്ണമുള്ളവർ ആയിരിക്കും എങ്ങനെയെങ്കിലും ഈ വെയിറ്റ് ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് വണ്ണം വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം. ചിലപ്പോൾ വണ്ണം ഇല്ലാത്തവർ ഒരു ഒന്നും കൂടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കാത്തവരാരും ഇല്ല. അപ്പം ഞാൻ ഈ എടുക്കുന്ന ഒരു ഡയറ്റ് എന്ന് പറയണ്ട, ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ആകട്ടെ എന്ന് വെച്ചിട്ടാട്ടോ. കാരണം തീർച്ചയായിട്ടും ഞാനിത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയി എന്ന് തോന്നിയ ഒരു പ്ലാനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഫുഡും കാര്യങ്ങളൊക്കെ 2 days ചാലഞ്ചാന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ഇന്ന് കാണിക്കാം. ഇതിന് പുറമെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി കൂടെ ചെയ്യണം. എൻ്റെ ഹെൽത്തിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ജിമ്മിൽ പോയി വലിയൊരു വർക്കൗട്ട് അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ യോഗ നമ്മൾ ഈ യൂട്യൂബിൽ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു യോഗയുടെ പ്രാണായാമം, അത് ഞാൻ പറഞ്ഞുതരാം. മെല്ലെ മെല്ലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള കുഞ്ഞു യോഗയൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ വാക്കിംഗ്. അത് എന്തായാലും മെല്ലെ മെല്ലെ ആയാലും ഒന്ന് ട്രൈ ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അത് 750യുടെ ഒരു ഗ്രൗണ്ടും സർക്കിളും 250യുടെ വേറൊരു സർക്കിളും, അങ്ങനെ 1 കിലോമീറ്റർ നടക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ ആദ്യം 1 കിലോമീറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 3 kilometers വരെയൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡി എഫക്ട് ചെയ്ത് ഇരട്ടി പ്രശ്നമാവത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാം മെല്ലെ മെല്ലെ നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് 2 days ചാലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ 2 ദിവസം കഴിക്കുന്ന ഫുഡ് ചെറിയ രീതിയിൽ ഞാൻ എൻ്റെ വർക്കൗട്ട് എന്ന് പറയണ്ട, ഞാൻ പറഞ്ഞു ചെറിയൊരു നടത്ത, ഒരു യോഗ പോലെ, അതായത് മനസ്സിന് സ്പിരിച്വൽ യോഗ പോലെ ചെയ്യുന്ന സമയം ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് പറ്റും. ഇത് നമ്മുടെ മനസ്സിനെ ഒരുപാട് റിലാക്സ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒരുപാട് എന്തൊക്കെ പറഞ്ഞാലും, ജോലി ഉള്ളവരായാലും ജോലി ഇല്ലാത്തവരായാലും സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മൈൻഡിനെ കാമാക്കും, കൂളാക്കും, റെജുവനേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ബ്ലോഗുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, രാക്കെ ഓഫീസിൽ പോവും, അങ്കു സ്കൂളിൽ പോവും. അപ്പോൾ ഞാൻ മിക്കവാറും ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകൾ വരും, അൺനെസസറി ചിന്തകൾ, അൺവാണ്ടഡ് ചിന്തകൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ എന്താ പറയുക, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ ഈ ചെറിയൊരു യോഗയും നടത്തയും നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഹാപ്പി ആവും. അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ആണ് ഞാൻ ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ചായയിലാണ്. കാരണം എനിക്ക് ചായ ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല. എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കുറയ്ക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് എൻ്റെ ഈ ഡയറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ഒരു 9:30 ആയപ്പോൾ 2 ബോയിൽഡ് എഗ്ഗാണ് കഴിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ കുരുമുളക് ഉപ്പോ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് സിമ്പിളായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. എനിക്കത് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദോശ 2 ഇഡ്ഡലി അതിനനുസരിച്ച് മാറ്റാം. പിന്നെ ഞാനൊരു 11:30 ആയപ്പോൾ ഒരു ഓറഞ്ച്, ഹെൽത്തി ബാലൻസ് ഡയറ്റിന്റെ ഭാഗമാണ് ഫ്രൂട്ട്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക. വീട്ടിലുള്ള പപ്പായോ എന്തെങ്കിലും ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കഴിക്കുന്നുണ്ട്.
ഉച്ചയ്ക്ക് ഒരു അവിയലിൻ്റെ കറി പോലെ വെക്കുന്നുണ്ട്. എൻ്റെ ഇവിടെയുള്ള എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ്, കോവയ്ക്ക, ചൊരയ്ക്ക, കായ എല്ലാം ഇട്ടിട്ട് കേട്ടോ. ചേനയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വെട്ടി അരിഞ്ഞ് ഒരു അവിയൽ കറി. പിന്നെ ചോറും ഞാൻ കഴിക്കുന്നുണ്ട്. ചില ദിവസം എനിക്ക് ചോറ് കഴിക്കാൻ തോന്നും, ചില ദിവസം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും ചോറ് കഴിക്കാൻ തോന്നുന്നു. അവിയലിൻ്റെ കൂടെ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. അതും ആവശ്യത്തിന് മാത്രം, ഒരുപാടില്ല. അപ്പോൾ കുറച്ച് അവിയൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വിശപ്പ് മാറുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ അവിയലേ കഴിക്കത്തുള്ളൂ. ചോറ് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ, കാരണം നമ്മുടെ വയറും നിറയണ്ടേ. അപ്പോൾ ഒരുപാടാകാതെ ബാലൻസ് ചെയ്ത് കുറച്ച് ചോറും അവിയലിൻ്റെ കറിയും. പിന്നെ ഞാൻ ഒഴിക്കാനായിട്ട് കുറച്ച് ഇഞ്ചി തൈര് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇഞ്ചി തൈരിലിട്ടിട്ട് മൂപ്പിച്ചെടുത്ത ഒരു കറിയാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കഴിച്ചാൽ ഇത് രണ്ട് കോമ്പോ നല്ലാണ്ട് അതും കൂടെ കഴിക്കുക. അല്ലെങ്കിൽ ഒരു ബൗൾ തൈരായാലും കഴിച്ചാൽ മതി. തൈര് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പാൽ അധികം ഇഷ്ടമില്ലാത്ത ഞാൻ തൈരാണ് കൂടുതലും കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇഞ്ചി തൈരുള്ളതുകൊണ്ട് ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇതായിരുന്നു. ഒരു 1:30 2 കഴിച്ചു. പിന്നെ ഞാനൊരു 3:30 ആയപ്പോൾ 2 ഡേറ്റ്സ് കഴിക്കുന്നുണ്ട്. ചെറിയൊരു നാപ്പ് എടുത്തിട്ടാ, ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടാട്ടോ. ഡേറ്റ്സ് ആണ് നാച്ചുറൽ ഷുഗറും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ അങ്ങനെ കുറയാതെ ബാലൻസ് ചെയ്യും. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ ചായ. രാവിലെയും വൈകുന്നേരം എനിക്ക് ചായ മസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഒരു 6-6:30 ഇടയ്ക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു പഴം ഞാൻ കഴിക്കുന്നുണ്ട്. പഴവും മുട്ടയും ഡെയിലി നമ്മൾ ഏതെങ്കിലും പഴം കഴിച്ചാൽ കിട്ടും. ഇവിടെ മഞ്ഞപ്പഴമേ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അവിടെ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ല, പുഴുങ്ങിയൊക്കെ കഴിക്കാം. ഡിന്നറിന് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ തെളിഞ്ഞു വരുന്നത് നമ്മുടെ ചിക്കനിൽ നിന്ന് കേട്ടോ. കുറച്ച് വെള്ളം ഒന്നും തളിച്ച് കൊടുത്തിട്ട് ഡ്രൈ ആക്കി അതിൻ്റെ കൂടെ ചപ്പാത്തി, 2 ചപ്പാത്തി, അതിൻ്റെ കൂടെ ഈ ചിക്കൻ കറി, ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഉച്ചക്കലത്തെ അവിയലിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് ഡിന്നർ. രാത്രി 8:30 ഭക്ഷണം ഡിന്നറും കൂടെ കഴിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ കിടക്കാൻ നേരം കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ കിടക്കത്തുള്ളൂ. ഒരു 10-10:30 കിടന്നുറങ്ങും. പിന്നെ ഞാൻ യോഗയുടെ കാര്യം പറഞ്ഞല്ലോ. യോഗ, ഈ പ്രാണായാമ എന്നൊക്കെ പറഞ്ഞ് യോഗകൾ നമുക്ക് കാണും, മൈൻഡിനുള്ള യോഗകൾ. അപ്പം ഞാനത് നമ്മുടെ ഭ്രമരി പ്രാണായാമ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ സംഭവം. അത് ശരിക്കും നമുക്ക് റിലാക്സ് ചെയ്യും, നമ്മുടെ ബോഡി മൈൻഡ് എല്ലാം റെജുവിനേറ്റ് ചെയ്യുന്ന ഒരു യോഗയാട്ടോ. ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു ഡേ ടൈമിന് അത് ചെയ്യാം. ഡേ 2 ആണ്. ആസ് യൂഷ്വൽ ഞാൻ ഒരു 7:38 രാവിലെ ഒരു കപ്പ് ചായ, അത് മസ്റ്റ് ആയതുകൊണ്ട് ചായയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. രാത്രി 8:30 കഴിച്ച് നിർത്തിയിട്ട് പിന്നെ ഒരു 10 to 11 hours ബ്രേക്കിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇടയ്ക്ക് വെള്ളം മാത്രം കുടിച്ചിട്ടാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റ് 1 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് പപ്പായയാണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും, ഇടിയപ്പോൾ എന്തെങ്കിലും ഈ 2 വീതം കഴിക്കാതെ കുഴപ്പമില്ല, കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി. ഞാൻ പപ്പായ നന്നായിട്ട് കഴിച്ചുകൊണ്ട് അതൊരു 9:00 കഴിച്ചത്. എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു, കാരണം എൻ്റെ വയറ് ഫുള്ളായിട്ട് തന്നെ ഇരുന്നു. ഞാൻ ഇന്നൊരു സൂപ്പാണ്, ചീരയും പരിപ്പും ഇട്ടൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുമന്ന ചീര ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കുറച്ച് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ തുവരപ്പരിപ്പ് അതും കൂടെ ചേർത്തിട്ട് ഒരു സൂപ്പ് പോലെ, ഇത് ഒഴിച്ചു കറിയായിട്ട് നമുക്ക് ചോറിന് കൊടുക്കാം. പക്ഷേ ഞാൻ ഇന്ന് ചോറ് കഴിക്കുന്നില്ല, എനിക്ക് സൂപ്പ് മാത്രം മതി. നല്ലൊരു ബൗള് സൂപ്പ് കഴിക്കുന്നുണ്ട്. അതൊരു 1:30-2 മണിയാകുമ്പോൾ കുടിക്കും. പിന്നെ ആസ് യൂഷ്വൽ ഒരു ചെറിയ നാപ്പ് എടുത്തിട്ട് 3-3:30 ആയപ്പോൾ ഒരു ആപ്പിൾ കഴിക്കുന്നുണ്ട്. കഴുകിയിട്ട് ഇങ്ങനെ കടിച്ച് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ വയറ് ഫുള്ളായിട്ടിരിക്കുകയും ചെയ്യും, ഹെൽത്തിയുമാണ്. ഇതൊക്കെ ശീലമായാലും നമുക്ക് ശരിക്കും നമുക്ക് അത് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ ചായ ഇട്ടു. ഞാൻ ഇന്ന് പഴം കഴിക്കുന്നതിന് പകരം ശർക്കരയും തേങ്ങയും അവലും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് വരട്ടിയിട്ട് പഴവും കൂടെ അരിഞ്ഞിട്ടിട്ട് വാഴയില ഉണ്ടായിരുന്നു, ഇതിലേക്ക് ഗോതമ്പിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ, അടയാണ്, ഗോതമ്പിന്റെ അടയാണ്, പഞ്ചസാരയല്ല ശർക്കരയാണ്. ശർക്കര ഹെൽത്തി തന്നെയാട്ടോ. അത് മിതമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഷുഗർ ഡൗൺ ആവാതെ നോക്കും, ഹെൽത്തിയുമാണ്. അയൺ കണ്ടന്റ് ഒക്കെ നമുക്ക് മുടിക്കും സ്കിന്നിനും ഒക്കെ നല്ലതായിട്ട് അത് മസ്റ്റായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു മധുരം ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. അത് ഡേറ്റ്സ് ആയിട്ടോ ശർക്കര ആയിട്ടോ. അത് ആവി കയറ്റി അത് കഴിച്ചു, കാരണം നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഡിന്നറിന് പിന്നെ നമ്മളിന്ന് മുട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒരു ബുർജി പോലെ ചിക്കി. ഇതാണ് ഡിന്നർ. അപ്പോൾ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്യുന്നില്ല, സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്സ് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കാണിച്ച ഫുഡൊക്കെ എനിക്കിഷ്ടമുള്ളതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആ രീതിയിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക, അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. നമ്മൾ എന്ത് കഴിച്ചാലും ക്വാണ്ടിറ്റി കുറച്ചെന്ന് വെച്ചാൽ നമുക്ക് വയറും നിറയണം, എന്നാൽ അമിതവും ആകരുത്. ആ ഒരു രീതിയിൽ നമ്മൾ കഴിച്ച് ശീലിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ദേഹത്ത് അത് പിടിക്കുകയും ചെയ്യും. അൺനെസസറി ആയിട്ട് നമ്മൾ വണ്ണം വെക്കത്തുമില്ല. മുട്ട ഡെയിലി കഴിക്കാൻ പറ്റാത്തവർ പനീർ കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. ഞാൻ ഡെയിലി മസ്റ്റായിട്ട് മുട്ട കഴിക്കും. മുട്ട എപ്പോഴും മുടിക്കും കാര്യത്തിനുമൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ഫുഡാണ്. പാൽ എനിക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തൈരും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ നിങ്ങൾ പനീർ ഇഷ്ടമാണെങ്കിൽ പനീർ കഴിക്കുക. പിന്നെ വെജിറ്റേറിയൻസിന് സോയ നല്ല കേട്ടോ, സോയ കഴിക്കാം. അങ്ങനെയൊക്കെയുള്ള വെജിറ്റേറിയൻ എന്താണോ അതിനനുസരിച്ചുള്ള ഇലക്കറികളും, സോയ ഒത്തിരി പ്രോട്ടീൻ നൽകുന്ന ഈ മുട്ട പോലെ തന്നെ വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു സംഭവമാണ്.
പിന്നെ പനീർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ഡിന്നർ കഴിച്ചിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് ഈ സമയത്ത് ഇറങ്ങാനാണ് ഒരു മൂഡ് വന്നത്. നമുക്ക് എപ്പോഴെങ്കിലും വൈകുന്നേരം വെയിൽ താന്നിട്ട് നടക്കാം, വന്നിട്ട് ഡിന്നർ കഴിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഫസ്റ്റ് ഡേ വാക്കിംഗ് ആണ്. ഒരു 8 o'clock കഴിഞ്ഞു വൈകുന്നേരം. അതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പം നവരാത്രിയുടെ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ലൊരു ക്ലൈമറ്റുമാണ്. പുറത്ത് പാട്ടും കാര്യങ്ങളും ഡാൻഡിയൊക്കെ നടക്കുക. വൈകുന്നേരത്തെ ഒരു പൂജയുണ്ട്, ദേവിയുടെ ഒരു പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അവിടെ. അപ്പം ഞാൻ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ നമ്മുടെ വ്ലോഗുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതേ ഈ ഗ്രൗണ്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത്. അതിൻ്റെ സൈഡിലോട്ട് നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ ബാൽക്കണിയിൽ നിന്നാൽ കാണാം ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ആ മൂലയിലോട്ട് കാണുന്ന വെളിച്ചമാണ് നമ്മുടെ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ പൂജയൊക്കെ കഴിഞ്ഞു. 8 മണിയാകും പൂജ കഴിയും. അതിനുശേഷം ഡാൻഡിയ 9 തൊട്ട് രാത്രി 12 മണി വരെ അവരെ ഗർഭ ഡാൻഡിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ട് ഇതേ വെള്ളം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും നടക്കാൻ പോവാണ്. നമുക്ക് വേണമെങ്കിൽ പാട്ടൊക്കെ കേട്ട് നടക്കാം. ഇന്ന് ഇവിടെ ഡാൻഡിയയുടെ പാട്ട് ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പാട്ട് കേൾക്കാതെ വെറുതെ നടക്കുകയാണ്. ഇല്ലെങ്കിൽ ഫോണിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് നമ്മുടെ പേഴ്സണൽ പാട്ടുകൾ കേട്ട് നടക്കാൻ നല്ല രസമാണ്. ഇതാണ് അടുത്ത കുഞ്ഞു ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞില്ല 2 ഗ്രൗണ്ട് ഉണ്ട്. ഇത് വലിയ ഗ്രൗണ്ട്, അതിനപ്പുറത്തെ ആ ഫൗണ്ടൻ കാണിച്ചത് കുഞ്ഞു ഗ്രൗണ്ട്. അതൊരു 250, നമ്മുടെ ഈ വലിയ ഗ്രൗണ്ട് ഒരു 750, അങ്ങനെ 1 കിലോമീറ്റർ ആണ്. അപ്പം ഞാനിന്ന് 1 കിലോമീറ്റർ നടക്കുന്നുള്ളൂ. എടിപിടിയിൽ നമ്മൾ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മസിൽസിനൊക്കെ എഫക്റ്റ് ആവും. ജസ്റ്റ് 1 കിലോമീറ്റർ ഒന്ന് നടന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാനാണ്. മെല്ലെ മെല്ലെ നമുക്കൊരു 3 കിലോമീറ്റർ വരെ നടന്ന് നോക്കാം. നമ്മുടെ 20 കിലോ ഭാരത്തിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം, ഓരോരുത്തരുടെ ഭാരം വെയിറ്റ് അനുസരിച്ച്. അപ്പം വെള്ളം മസ്റ്റാണ്, ഇഷ്ടംപോലെ കുടിക്കുക. കുഞ്ഞു പിള്ളേർ ഡാൻസ് തുടങ്ങി 9 മണിയാകുമ്പോൾ വലിയവരും ഒക്കെ തുടങ്ങും. അതിന് മുന്നേ നമ്മൾ നടന്ന് വീട്ടിൽ പോകും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.